പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിക്രമിൻ്റെ മടിയിൽ തല ചായ്ച്ച് സുഡർ അങ്ങനെ കിടക്കുകയാണ്. വിക്രം ഓരോ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടാണ് വേദ അങ്ങോട്ടേക്ക് വരുന്നത്. വേദയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. വേദ സുഡറിനോടായി പറയുന്നുണ്ട്, സുഡർ ഇന്ന് ഡോക്ടർ വരും, നീ ഉറങ്ങരുത്. ഇല്ല വേദ, ഞാൻ ഉറങ്ങില്ല, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, എൻ്റെ പനിയെല്ലാം മാറി എന്ന് സുഡർ പറയുന്നുണ്ട്. വേദ പെട്ടെന്ന് തന്നെ റൂമിൽ നിന്നിറങ്ങി വിജിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. വിജിയോട് പറയുന്നുണ്ട്, ദേ വിജി ചേച്ചി, ഇന്ന് ഡോക്ടർ എത്തും. ഡോക്ടർ പരിശോധിച്ച് മോൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നിമിഷം തന്നെ ആ വിക്രമിനെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടോളണം. ഇത് കേട്ടതും വിജി പറയുന്നുണ്ട്, എന്താ വേദ ഇത്, വിക്രം ഉള്ളത് കൊണ്ടല്ലേ മോൾക്ക് ഇത്ര പെട്ടെന്ന് സുഖമായത്, നീ ഇതെന്താ ആലോചിക്കാത്തതെന്ന് ചോദിക്കുന്നു. ഇത് കേട്ടതും വേദ പറയുന്നുണ്ട്, അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, അവൻ ഇവിടെ ഉണ്ടാവാൻ പാടില്ല, മോളുമായി ഇടപഴകുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അവൻ എൻ്റെ മോളുമായി സംസാരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് വിജേച്ചി. അതുകൊണ്ട് തന്നെ ഡോക്ടർ വന്ന് മോൾക്ക് കുഴപ്പമില്ല, സുഖമായിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നിമിഷം അവനെ ഞാൻ ഇവിടെ നിന്നും പുറത്താക്കും. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ സുഡർ റൂമിലിരിക്കുന്നുണ്ട്. റൂമിൻ്റെ ഡോർ അടഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു ഗ്യാപ്പിലൂടെ സുഡർ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. സുഡറിന് വളരെ വിഷമം തോന്നുകയാണ്. എന്നാൽ വിജിയോ വേദയോ ഇതൊന്നും അറിയുന്നില്ല. അങ്ങനെ വേദ പെട്ടെന്ന് റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. കൺമണിയും പരമുവിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ മധുവും കൂടി ഒരു ഗുണ്ടാ തലവനെ കാണാൻ വരുന്നുണ്ട്. കൺമണിയെ കണ്ടതും, മാഡം എന്തിനാണ് എന്നെ കാണണമെന്ന് പറഞ്ഞത്? എന്നെ ഒരുപാട് കേസുകളിൽ നിന്നും രക്ഷിച്ചത് മാഡമാണല്ലോ, അതൊക്കെ എൻ്റെ കടപ്പാട് എനിക്ക് മാഡത്തോടുണ്ട്, എന്ത് പറഞ്ഞാലും ഞാനത് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും കൺമണി പറയുന്നുണ്ട്, ഞാൻ ഒരു ജോലി നിന്നെ ഏൽപ്പിക്കാൻ പോകുന്നു, നീ ഏറ്റെടുത്ത ജോലികളൊന്നും തീർക്കാതിരുന്നിട്ടില്ല, ഭംഗിയായി തീർക്കുന്ന ആളല്ലേ നീ, അതുകൊണ്ട് നിന്നെ വിശ്വസിച്ചാണ് ഞാനിത് നിന്നെ ഏൽപ്പിക്കുന്നത്. ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം, എവിടെയും പാളിപ്പോവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് അവൻ പറയുന്നുണ്ട്, ഇല്ല മാഡം, ഞാൻ മാഡം പറയുന്നത് പോലെ തന്നെ ചെയ്തോളാം, ഒരു പിഴവും പറ്റില്ലെന്ന് പറയുന്നുണ്ട്. ഉടനെ കൺമണി പറയുന്നുണ്ട്, നമ്മുടെ ഇവിടുത്തെ കളക്ടർ വേദയെ താൻ അറിയില്ലേ എന്ന് ചോദിക്കുകയാണ്. ആ വേദ നാളെ ഒരു ഗ്രാമം വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്, അവിടെ വെച്ച് ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് സ്വകാര്യമായി അവനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് കേൾപ്പിക്കുകയാണ്. അതിനുശേഷം അവൾ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ, താൻ ചെയ്യേണ്ടത് ഇതെല്ലാമാണ്, ഇതിൽ ഞങ്ങൾ രണ്ടുപേരുടെയും പേരുകൾ വലിച്ചിഴക്കരുത്. കൺമണി പറയുന്നത് കേട്ട് ഗുണ്ടാ തലവൻ ഒന്നും പറയാതെ താഴേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇത് കണ്ട് കൺമണി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി കുമാർ, നിനക്കെന്താ പേടിയാവുന്നുണ്ടോ, ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് ചെയ്യാൻ പറ്റില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും കുമാർ പറയുന്നുണ്ട്, അത് മാഡം, ഇത് വലിയ ആളല്ലേ, സാധാരണയുള്ള വ്യക്തികളെ എന്തെങ്കിലും ചെയ്യുന്നത് പോലെയല്ല, ഇത് ഒരു കളക്ടർ മാഡമല്ലേ, അവരെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് വേണ്ടേ ചെയ്യാനെന്ന് ചോദിക്കുന്നുണ്ട്. അതെന്താ കുമാർ നീ അങ്ങനെ പറയുന്നത്, കുറ്റം ചെയ്തതിന് ശേഷം എങ്ങനെ രക്ഷപ്പെടണമെന്ന് പോലും ഞാൻ നിന്നോട് പറഞ്ഞു തന്നില്ലേ, പിന്നെ എന്തിനാ നീ പേടിക്കുന്നത്? എന്തായാലും നിന്റെ 5 കേസുകൾ ഞാനാണ് വാദിക്കുന്നത് എന്ന് നിനക്ക് ഓർമ്മ വേണം, നിന്നെ രക്ഷിക്കാനും ശിക്ഷിക്കാനും എന്നെക്കൊണ്ട് പറ്റും, അതുകൂടി നീ ചിന്തിക്കുന്നത് നല്ലതാണ്. ഇത് കേട്ടതും കുമാർ ഒന്ന് ഭയക്കുന്നുണ്ട്. ഉടനെ പറയുന്നുണ്ട്, അല്ല ഗവർണർ ആയാലെന്താ, കളക്ടർ ആയാലെന്താ, ഒരാളെ തട്ടണമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങ് തട്ടിയേക്കും, എന്തായാലും കുഴപ്പമൊന്നുമില്ല മാഡം, ഞാൻ ഭംഗിയായി തന്നെ ഇക്കാര്യം ചെയ്തോളാമെന്ന് കൺമണിയോട് പറയുന്നുണ്ട്. ഇത് കേട്ടതും കൺമണിക്ക് വളരെ സന്തോഷമാവുന്നുണ്ട്. ചിരിച്ചുകൊണ്ട് അവനോട് പറയുന്നുണ്ട്, ക്യാഷ് എത്ര വേണമെന്ന് പറഞ്ഞോ, ഞാനത് തന്നിരിക്കും. ഉടനെ തന്നെ കുമാർ പറയുന്നുണ്ട്, എന്താ മാഡം ഇത്, ഞാൻ മാഡത്തിൻ്റെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങിക്കാനോ, അത് ഒരു നന്ദികേടായി പോവില്ലേ, അത് വേണ്ട. ശരി എങ്കിൽ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്തതിന് ശേഷം നമുക്ക് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്നും പിരിയുന്നുണ്ട്. വിക്രം ഒരു ഗ്ലാസ് പാലെടുത്ത് സുഡറിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. സുഡർ ഈ പാല് കുടിക്കുമെന്ന് പറയുന്നുണ്ട്. എനിക്ക് വേണ്ട സിംബ എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, ദേ ഇത് ചൂടില്ല, ഞാൻ നല്ലവണ്ണം മാറ്റിയിട്ടാണ് കൊണ്ടുവരുന്നത്, ഇത് കുടിക്ക് സുഡർ, എന്നാലേ നീ കൂടുതൽ ഉഷാറാവത്തുള്ളൂ എന്ന് പറയുന്നു. ഇത് കേട്ടതും സുഡർ ഇങ്ങനെ പറയുന്നുണ്ട്, വേണ്ട, എനിക്ക് അസുഖം മാറണ്ട, ഉഷാറായിരിക്കണ്ട എന്നിങ്ങനെ പറയുമ്പോൾ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, എന്താ മോളെ നീ ഇങ്ങനെ പറയുന്നത്, അസുഖമെല്ലാം മാറി, നിൻ്റെ കുഴപ്പമില്ല, നീ ആളാകെ ഉഷാറായിട്ടുണ്ടല്ലോ, പിന്നെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും സുഡർ പറയുന്നുണ്ട്, വേണ്ട സിംബ, എൻ്റെ അസുഖം മാറണ്ട. എന്താ മോളെ ഇത്, ഇങ്ങനെയൊന്നും പറയരുത്, പനിയെല്ലാം മാറി നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കണമെങ്കിൽ ഈ പാലൊക്കെ കുടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മോളുടെ അടുത്തിരുന്ന് അവളുടെ വായിലേക്ക് പാല് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഗ്ലാസ്സിലെ പാലെല്ലാം സുഡർ കുടിക്കുന്നുണ്ട്.
പാല് കുടിച്ചു കഴിഞ്ഞതും സുഡർ വിക്രമിനോട് പറയുന്നുണ്ട്, സിംബ നീ എന്നെ വിട്ട് പോവരുത്, നീ എന്നോടൊപ്പം തന്നെ ഉണ്ടാവണം. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, അതെന്താ മോളെ നീ അങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ നിന്നോടൊപ്പം ഇരിക്കുകയല്ലേ, നീ എന്തിനാ പേടിക്കുന്നത്? ഞാൻ നിന്നോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും. ഉറപ്പാണല്ലോ സിംബ, നീ എന്നെ വിട്ട് പോവില്ലല്ലോ എന്ന് സുഡർ വീണ്ടും ചോദിക്കുമ്പോൾ, ഇല്ല, നിന്നെ വിട്ട് ഞാൻ എവിടെയും പോവില്ലെന്ന് ഉറപ്പ് നൽകുകയാണ് വിക്രം. അപ്പോഴേക്കും പുറത്ത് ഒരു കാറ് വന്ന് നിൽക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. രണ്ടുപേരും പുറത്തേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. ആ മോളെ, ഡോക്ടർ വന്നെന്ന് തോന്നുന്നു, ഞാൻ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് വിക്രം പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ വേദയും വിജിയും ഡോക്ടറും വിക്രമും ഒക്കെ കൂടി സുഡർമോളുടെ അടുത്തേക്ക് വരുവാണ്. എന്നാൽ സുഡർമേൾ അന്നേരം ബെഡിൽ കിടക്കുകയാണ്. പെട്ടെന്ന് വിക്രം ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോളെ, എന്താ കിടക്കുന്നത്? മോളെ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് തട്ടി വിളിക്കുകയാണ്. അപ്പോൾ സുഡർ കണ്ണ് തുറക്കുന്നുണ്ട്. ഉടനെ തന്നെ ഡോക്ടർ വേദയോട് ചോദിക്കുന്നുണ്ട്, അല്ല മോളുടെ ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട് വന്നോ എന്ന് ചോദിക്കുമ്പോൾ വേദ തൻ്റെ ഫോണിൽ നിന്നും ടെസ്റ്റ് റിസൾട്ട് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അത് നോക്കിയതിന് ശേഷം ഡോക്ടർ പറയുന്നുണ്ട്, ഇതിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ ഒക്കെ ലെവൽ നോർമൽ ആയിട്ടുണ്ട്, മോൾക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം മോളെ ടെസ്റ്റ് ചെയ്യുകയാണ് ഡോക്ടർ. ഇല്ല, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് മോള് പറയുന്നുണ്ട്, ഇല്ല ഇല്ല സാർ, എനിക്ക് വയറ് നന്നായി വേദനിക്കുന്നുണ്ട്, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ മോളെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വയറിലൊക്കെ അമർത്തിക്കൊണ്ട്, ഇവിടെയാണോ മോളെ, ഇവിടെയാണോ വേദന എന്നിങ്ങനെ ഓരോ സൈഡിലും അമർത്തി നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ അമർത്തുന്ന സമയത്ത് സുഡർ അയ്യോ എനിക്ക് വേദനിക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് കരയാൻ തുടങ്ങുകയാണ്. എന്നാൽ സുഡറിൻ്റെ ഈ ഭാവമൊക്കെ കണ്ട് വിക്രമിന് മനസ്സിലാവുന്നുണ്ട് സുഡർ ഇതെല്ലാം പറയുന്നത് വെറുതെയാണെന്ന്. എന്നാൽ വിജിയും വേദയും മോളുടെ ഈ ടെൻഷനും വേദനെടുത്ത പോലെയുള്ള അഭിനയമൊക്കെ കണ്ടിട്ട് അവർക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. എന്നിട്ട് വേദ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ഡോക്ടർ, വല്ല മരുന്നിൻ്റെയും സൈഡ് എഫക്റ്റ് ആണോ എന്ന് ചോദിക്കുകയാണ്. അതിന് സാധ്യതയില്ല മാഡം, അങ്ങനെ സൈഡ് എഫക്റ്റ് വരാൻ സാധ്യതയില്ല. എന്തായാലും 2 ദിവസത്തേക്ക് കൂടി ആൻറ്റിബയോട്ടിക് കൊടുക്കാനുണ്ടല്ലോ, അത് നിർത്തിയേക്കാം. ഇപ്പോൾ മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ചിലപ്പോൾ വയറ്റിൽ അൾസർ ഫോം ചെയ്യുന്നതായിരിക്കാം എന്ന് പറയുന്നു. ഇത് കേട്ടതും വേദയ്ക്ക് പേടിയാവുന്നുണ്ട്. വേദ ചോദിക്കുന്നുണ്ട്, അല്ല ഈ പ്രായത്തിൽ അൾസറൊക്കെ വരുമോ സർ എന്ന് ചോദിക്കുന്നു. അല്ല, നമുക്കറിയാൻ പറ്റില്ല, എന്തായാലും മരുന്ന് സ്റ്റോപ്പ് ചെയ്തോളൂ, എന്തായാലും ലൈറ്റായിട്ടുള്ള ഫുഡെല്ലാം 2 ദിവസത്തേക്ക് കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. എന്നാൽ സുഡർ വലിയ കൂസലില്ലാതെ കിടക്കുന്നത് കണ്ടതും വിജിക്ക് മനസ്സിലാവുന്നുണ്ട് സുഡറിന് ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല എന്ന്. കുഴപ്പമുണ്ടെങ്കിൽ അവൾ എങ്ങനെയാവില്ല പ്രതികരിക്കുന്നതെന്ന് വിജിയുടെ മനസ്സ് പറയുന്നുണ്ട്. പെട്ടെന്ന് വിക്രമിൻ്റെ മുഖത്തേക്ക് നോക്കുവാണ്. അപ്പോഴാണ് വിക്രം ചിരിക്കുന്നത് കാണുവാണ്. ഇത് കണ്ടതും വിജിക്ക് പൂർണ്ണമായും മനസ്സിലായി ഇത് സുഡറിൻ്റെ അഭിനയമാണെന്ന്. എന്നാൽ വേദയ്ക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. വേദ ആകെ ടെൻഷനിലാണ്. മോൾക്ക് പനി മാറിയപ്പോൾ എന്തുകൊണ്ട് വയറുവേദന തുടങ്ങി എന്നുള്ള ടെൻഷനിലാണ് വേദ. അത് ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, പനി മാറിയതല്ലേ ഉള്ളൂ സർ, എന്താ ഇപ്പോൾ വേദന വന്നിരിക്കുന്നത്? ഇടയ്ക്കിടയ്ക്ക് വയറുവേദന എന്ന് പറയുമ്പോൾ നമുക്കതൊരു ടെൻഷനാണല്ലോ, എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് വീണ്ടും ചോദിക്കുകയാണ്. അത് സാരമില്ല, 2 ദിവസത്തേക്ക് ഭക്ഷണമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാറാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നുണ്ട്. വേദ ഡോക്ടർ പിറകെ തന്നെ ചെല്ലുന്നുണ്ട് ഡോക്ടർക്ക് ക്യാഷ് കൊടുക്കാനായി. അന്നേരം വിക്രം സുഡറിൻ്റെ ചെവിയിൽ പിടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എടാ നീ ഡോക്ടറോട് കള്ളം പറഞ്ഞതല്ലേ, നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ, നീ എന്തിനാ ഇങ്ങനെ ഡോക്ടറോട് സുഖമില്ലെന്ന് കള്ളം പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. വിക്രമിൻ്റെ ചോദ്യം കേട്ട് സുഡർ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല എങ്ങനെ സിംബ അത് കണ്ടുപിടിച്ചത്? ഞാൻ കള്ളം പറഞ്ഞതാണെന്ന് എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, എനിക്ക് നിന്നെ അറിഞ്ഞൂടെ, നീ എന്തിനാ വയറുവേദനയാണെന്ന് കള്ളം പറഞ്ഞത്? ഇത് കേട്ട് സുഡർ പറയുന്നുണ്ട്, അത് വേദ കാരണമാണ്. വേദ പറഞ്ഞു ഡോക്ടർ ഇന്ന് വന്നതിന് ശേഷം എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം സിംബായെ ഇവിടെ നിന്നും പുറത്താക്കുമെന്ന് പറഞ്ഞു. ഞാനത് കേട്ടു, അതുകൊണ്ടാണ് ഞാനിങ്ങനെ അഭിനയിച്ചത്. ഇത് കേട്ടതും വിക്രം വിജിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. വിജിക്ക് ചിരി വരുന്നുണ്ട്. സിംബ, എനിക്ക് കള്ളം പറയുന്നത് ഇഷ്ടമല്ല, പക്ഷേ ഞാൻ കള്ളം പറഞ്ഞു, അത് സിംബ എൻ്റെ കൂടെ ഇരിക്കാൻ വേണ്ടിയാ. സോറി സിംബ, ഞാൻ ഇനി കള്ളം പറയില്ല. ഇത് കേട്ടതും വിക്രം മോളുടെ മുടിയിൽ ഇങ്ങനെ തഴുകിക്കൊണ്ട് പറയുന്നുണ്ട്, മോളെ ഇപ്പോൾ പറഞ്ഞത് പറഞ്ഞു, പക്ഷേ ഇനി ഒരിക്കലും മോൾ കള്ളം പറയാൻ പാടില്ല, ഓക്കെ എന്ന് പറയുമ്പോൾ സുഡറും അതിനെ അനുകൂലിക്കുന്നുണ്ട്. രാത്രിയായതും വിക്രമും സുഡറും ഫോണിൽ നോക്കിക്കൊണ്ട് കിടക്കുകയാണ്. സുഡർ വിക്രമിനോട് പറയുന്നുണ്ട്, സിംബ ഒരു നല്ല പാട്ട് വെക്കാമോ, നമുക്ക് ഡാൻസ് കളിക്കാം. ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട്, ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ നമുക്കിന്ന് ആഘോഷിക്കാം. അത് പറഞ്ഞതിന് ശേഷം ഫോണിൽ നിന്നും ഒരു പാട്ട് സെലക്ട് ചെയ്യാണ് വിക്രം. ഉടനെ തന്നെ സുഡർ പറയുന്നുണ്ട്, സിംബ പാട്ട് നല്ല വോള്യത്തിൽ വെക്കണം,
എന്നിട്ട് നമുക്ക് നന്നായി കളിക്കണം. ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട്, അതെന്താ മോളെ അങ്ങനെ? ഓഹോ, നമുക്ക് നല്ല സൗണ്ടിൽ പാട്ട് വയ്ക്കാം, എന്നിട്ട് വേദ അത് കേട്ട് വരും. എന്നിട്ട് നിനക്ക് പനിയില്ലെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യും, എന്നെ ഇവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്യും. നിനക്ക് അത് ശരിയാവുന്ന കാര്യമാണോ? നിനക്കത് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചു. ഇത് കേട്ടതും സുഡർ പറയുന്നുണ്ട്, ഏയ് വേണ്ട വേണ്ട, അങ്ങനെയാണെങ്കിൽ കുറഞ്ഞ സൗണ്ടിൽ വെച്ചാൽ മതി. എനിക്ക് സിംബ പുറത്തു പോകുന്നത് ഇഷ്ടമല്ല എന്ന് പറയാണ്. ഇത് കേട്ടതും വിക്രം ഒരു പാട്ട് സെലക്ട് ചെയ്ത് അത് കുറച്ച് സൗണ്ട് കുറച്ച് വെക്കുകയാണ്. അതിനുശേഷം അച്ഛനും മോളും കൂടി അവിടെ തകർക്കുകയാണ്, നന്നായി ഡാൻസ് കളിക്കുകയാണ്. അങ്ങനെ കുറച്ചു നേരം ഡാൻസ് കളിക്കുന്നതിന് ശേഷം അത് കണ്ടുകൊണ്ട് നമ്മുടെ വിജി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് വിജി ഡോറങ്ങ് തുറക്കുകയാണ്. അപ്പോഴാണ് അച്ഛനും മോളും നിന്ന് ഡാൻസ് കളിക്കുന്നത് കാണുന്നത്. പെട്ടെന്ന് വിജി ചോദിക്കുന്നുണ്ട്, വിക്രം എന്താ ഇത്? ദേ വേദ എങ്ങാനും ഇത് കണ്ടുകൊണ്ട് വന്നാലോ, എന്തായിരിക്കും സ്ഥിതി എന്ന് ചോദിക്കുമ്പോൾ, വിജയമ്മ പ്ലീസ് വിജയമ്മ, കുറച്ച് നേരത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും ഒന്ന് ഡാൻസ് കളിച്ചോട്ടെ, വിജയമ്മ ഡോറ് ചാരിയിട്ട് പോ എന്ന് സുഡർ പറയുന്നുണ്ട്. ഇത് കേട്ടതും വിജി പറയുന്നുണ്ട്, വിക്രം ദേ ഇതെങ്ങാനും വേദ കേട്ടുകൊണ്ട് വന്നാലുണ്ടല്ലോ, കണ്ടുകൊണ്ട് വന്നാൽ നിങ്ങളുടെ രണ്ടുപേരുടെയും കഥ തീർന്നു, പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട്, ഇല്ല വിജയമ്മേ, ഞങ്ങൾ സൗണ്ട് കുറച്ചാണ് പാട്ട് വെച്ചിരിക്കുന്നത്. ഉടനെ വിജി പറയുന്നുണ്ട്, അത് ശരിയാണ്, പുറത്തേക്ക് സൗണ്ടൊന്നും കേൾക്കുന്നില്ല. ഞാൻ നിനക്ക് ഈ കാപ്പി കൊണ്ടുവന്നതാണ്, അത് തരാൻ വേണ്ടി വന്നപ്പോഴാണ് ഞാൻ ഈ സംഭവം കണ്ടത്. എന്തായാലും നീ ഇത് കുടിക്കുകയെന്ന് പറഞ്ഞിട്ട് കാപ്പി വിക്രമിന് കൊടുക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, വേണ്ട വിജയമ്മ, ഞങ്ങളിപ്പോൾ ഡാൻസ് കളിക്കാനുള്ള മൂഡിലാണ്, ഇത് കുടിച്ചു കഴിഞ്ഞാൽ ആ മൂടങ്ങ് പോകും, വിജയമ്മ പുറത്തേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് വേദയും സുഡറും വിക്രമും പഴയതുപോലെ തന്നെ ഡാൻസ് കളിക്കുകയാണ്. കണ്ടുകൊണ്ട് വിജി അങ്ങനെ നിന്ന് ചിരിക്കുന്നുണ്ട്. വിജി റൂമിൻ്റെ ഡോറ് പതിയെ ചാരുവാണ്. എന്നിട്ട് തിരിഞ്ഞതും നമ്മുടെ വേദയെ കാണുന്നുണ്ട്. വേദ എന്താ ഇത് ചേച്ചി എന്ന് ചോദിക്കുകയാണ്. അല്ല, ഞാൻ വിക്രമിന് കാപ്പി കൊടുക്കാൻ വേണ്ടി പോയതാ. ആണോ? എന്നാൽ എന്താ ഒരു പാട്ട് കേൾക്കുന്നുണ്ടല്ലോ അകത്തു നിന്നും എന്നിങ്ങനെ വേദ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിജി പറയുന്നുണ്ട്, അത് വേദ മോൾ ഉറങ്ങാൻ വേണ്ടി വിക്രം വെച്ചതായിരിക്കും. ഓഹോ, അത് ശരി. അപ്പോൾ അത് ശരിയാണോ ചേച്ചി? മോൾ ഉറങ്ങുമ്പോൾ പാട്ട് വെച്ച് കഴിഞ്ഞാൽ അവൾക്കത് ഡിസ്റ്റർബൻസ് ആവില്ലേ? എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് റൂമിലേക്ക് പോകാൻ നിൽക്കുകയാണ്. വേദ നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വിജി തൻ്റെ കയ്യിലുള്ള കപ്പ് അവിടെ താഴെ വെച്ചിട്ട് വേഗം വേദയുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. വേദ വിക്രമിനോടുള്ള ദേഷ്യത്തിൽ റൂമിൻ്റെ ഡോർ അങ്ങ് തള്ളി തുറക്കുകയാണ്. എന്നിട്ട് അകത്ത് കയറുന്നുണ്ട്. വിജി അപ്പോഴേക്കും വേദയുടെ പിറകെ തന്നെ എത്തുന്നുണ്ട്. വിജി അകത്ത് നടക്കുന്ന കാഴ്ച കണ്ട് വായങ്ങ് പൊത്തി പൊടിക്കുകയാണ്. ചിരി വരുന്നുണ്ട്. വിക്രം ബെഡിലിരുന്ന് ഉറങ്ങി കിടക്കുന്നത് പോലെ അഭിനയിച്ച് കിടക്കുന്ന സുഡറിനെ ഇങ്ങനെ തട്ടിക്കൊടുക്കുന്നുണ്ട്. സുഡറാണെങ്കിൽ ഉറങ്ങുന്നത് പോലെ കണ്ണടച്ച് കിടക്കുകയാണ്. നീ എന്തിനാണ് മോൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇങ്ങനെ പാട്ടൊക്കെ വെക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട്, അത് മോൾ ഉറങ്ങുന്നതിന് മുന്നേ തന്നെ പാട്ട് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഞാനൊരു പാട്ട് വെച്ചതെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് വിജി പറയുന്നുണ്ട്, വേദേ നിനക്ക് ഉറക്കം വരുന്നില്ലേ? നീ വന്ന് കിടക്ക്, വിക്രം മോളുടെ അടുത്തിരിക്കുന്നുണ്ടല്ലോ. ഇത് കേട്ടതും വേദ പറയുന്നുണ്ട്, ഇല്ല ചേച്ചി, ഞാൻ ഇവിടെ മോളുടെ അടുത്തിരുന്നോളാം. അപ്പോൾ വിജി പറയുന്നുണ്ട്, നിനക്ക് നാളെ ഒരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്, ഓഫീസിലേക്ക് പോണ്ടേ? നീ ഇങ്ങോട്ടേക്ക് വാ വേദേ, ഇപ്പോൾ വിക്രമുണ്ടല്ലോ മോളുടെ അടുത്ത് എന്ന് വിജി വീണ്ടും പറയുന്നുണ്ട്. കുറച്ച് മടിച്ചാണെങ്കിലും വേദ പെട്ടെന്ന് റൂമിൽ നിന്നും പുറത്തേക്ക് പോകുന്നുണ്ട്. വേദ മുകളിൽ റൂമിലേക്ക് പോയെന്ന് ഉറപ്പി വരുത്തിയതിന് ശേഷം പെട്ടെന്ന് വിക്രം മോളെ വിളിക്കുകയാണ്. വേദ പോയി മോളെ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ രണ്ടുപേരും വീണ്ടും ഡാൻസ് തുടങ്ങുകയാണ്. അത് കണ്ട് ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഡോറ് ചാരി വിജിയും അവിടെ നിന്നും പോകുന്നുണ്ട്. വേദ ഓഫീസ് ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കപിലൻ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ കപിലൻ എന്ന് വേദ ചോദിക്കുന്നുണ്ട്. അത് മാഡം, ഗ്രാമത്തിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോണ്ടി വരും എന്ന് പറയുന്നു. ഇത് കേട്ടതും വേദ എന്താണ് കാര്യമെന്ന് വിശദമായി ചോദിക്കുന്നുണ്ട്. അവിടെ മുൻപും പ്രശ്നങ്ങളെല്ലാം നടന്നിട്ടുണ്ടായിരുന്നു മാഡം, നമ്മളല്ലേ അവിടെ പോയി പ്രശ്നങ്ങളെല്ലാം ഒതുക്കി തീർത്ത് വന്നത്, വീണ്ടും പ്രശ്നം തുടങ്ങി വെച്ചിട്ടുണ്ട്, എന്തായാലും ഞങ്ങൾ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, ഇല്ല ഞാനും വരുന്നു, നിങ്ങൾ ഒറ്റയ്ക്ക് എങ്ങനെ പോയാൽ ശരിയാവില്ല, അന്ന് ഞാനല്ലേ അവരെ സമാധാനിപ്പിച്ചത്, ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കും, എനിക്കത് ഉറപ്പുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വേദ അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇവിടെ നിന്നും പുറപ്പെടാം എന്ന് പറയുന്നുണ്ട്. വിജി കഴിക്കാനുള്ള ഫുഡെല്ലാം ടേബിളിലേക്ക് എടുത്ത് വെക്കുകയാണ്. അന്നേരം വിജിയുടെ അടുത്തേക്ക് വിക്രമും സുഡറും കൂടി വരുന്നുണ്ട്.
പെട്ടെന്ന് വിജി അവരെ നോക്കുകയാണ്. രണ്ടുപേരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഉടനെ തന്നെ വിജി ചോദിക്കുന്നുണ്ട്, എന്താ രണ്ടുപേരും ഇങ്ങനെ ഒരു കള്ളനോട്ടം നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? എന്തോ പിശകുണ്ടല്ലോ, എന്തോ പറയാനുണ്ട്, എന്താന്ന് വെച്ചാൽ പറഞ്ഞോ എന്ന് വിജി പറയുന്നുണ്ട്. ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട്, അല്ല വിജയമ്മ, മോള് പനി പിടിച്ചതുകൊണ്ട് വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ, മോൾക്ക് ബോറടിക്കില്ലേ? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല മോൾക്ക്. വയറുവേദന എന്ന് പറഞ്ഞതും അതും ഓക്കെ ആയി, ഇപ്പോൾ ഒരു പ്രശ്നവും മോൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ബോറടിക്കുന്നതിന് ഒരു സൊല്യൂഷൻ വേണ്ടേ എന്ന് പറയുമ്പോൾ അതിനിപ്പോൾ എന്ത് വേണമെന്ന് വിജി ചോദിക്കുന്നുണ്ട്. ഉടനെ സുഡർ പറയുന്നുണ്ട്, വിജയമ്മ പ്ലീസ് വിജയമ്മ, എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ട് സിംബായോട് എന്നെ കൂട്ടി പുറത്തെവിടെയെങ്കിലും കറങ്ങാൻ പോകാൻ വേണ്ടി പറ എന്ന് പറയുന്നു. എൻ്റെ പൊന്നു മോളെ, എന്നെക്കൊണ്ട് പറ്റില്ല. ഇനി അതെങ്ങാനും കണ്ട് നിൻ്റെ വേദ വന്നാൽ എൻ്റെ പുറം അടിച്ചു പൊളിക്കും അവൾ. എനിക്ക് ഇതിനോട് യോജിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് സുഡർ പറയുന്നുണ്ട്, എന്താ വിജയമ്മ, പ്ലീസ് വിജയമ്മ, വേദ അറിയാതെ ഞങ്ങൾ പുറത്തു പോയിട്ട് വേദ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നേക്കാം. വേണ്ട മോളെ, ഈ വീട് വിട്ട് നിങ്ങൾ എങ്ങോട്ടേക്കും പോണ്ട. ദേ ഇതെങ്ങാനും അറിഞ്ഞ് നിന്റെ വേദ വന്നാലുണ്ടല്ലോ, എന്നെ വെട്ടി വെട്ടി തുണ്ടം തുണ്ടമാക്കും. ദേ രണ്ടുപേരും റൂമിൽ പോയിരുന്നോ, ചെല്ല്. വിക്രം പെട്ടെന്ന് മോളോട് പറയുന്നുണ്ട്, ദേ വിജയമ്മ പറയുന്നതൊന്നും ശരിയാണ് മോളെ. നമ്മൾ പോയ വിവരമെങ്ങാനും വേദ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്റെ വിജയമൊക്കെ ആവില്ലേ പ്രശ്നമാവുന്നത്. വിജയമ്മയെ വേദ വഴക്ക് പറയും. അപ്പോൾ നമ്മളങ്ങനെ വഴക്ക് കേൾപ്പിക്കണോ? വേണ്ട, നമുക്ക് റൂമിലേക്ക് പോവാം, പിന്നീടൊരിക്കൽ നമുക്ക് കറങ്ങാനൊക്കെ പോവാം എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും സുഡർ പറയുന്നുണ്ട്, വേണ്ട, എനിക്ക് ഇപ്പോൾ തന്നെ പോകണം. ദേ ഇവരാരും എന്നെ കൊണ്ടുപോവില്ല, പിന്നെ സിംബ കൂടി എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് വിജിയോട് സുഡർ പറയുന്നുണ്ട്, വിജയമ്മ എന്നോട് മിണ്ടണ്ട, ഇനി ഞാൻ വിജയമ്മയോടും മിണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിണങ്ങി നിൽക്കുകയാണ്. ഇത് കണ്ടതും വിജി പറയുന്നുണ്ട്, ശരി, നീ കറങ്ങാനോ എങ്ങോട്ടേക്കെന്ന് വെച്ചാൽ പോയിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കുന്നുണ്ട് വിജി. ഇത് കേട്ടത് സുഡറിന് സന്തോഷമാവാണ്. പെട്ടെന്ന് പിണക്കമെല്ലാം മാറ്റി താങ്ക് യു വിജയമ്മ എന്ന് പറയുകയാണ്. ദേ നോക്ക്, പെട്ടെന്ന് പോയി പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നേക്കണം. വിക്രം നിന്നോട് കൂടിയാണ് പറയുന്നത്. ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട്, അത് ഞാൻ ഏറ്റു. ദേ മോളെ, നമ്മൾ പെട്ടെന്ന് പോകുന്നു, പാർക്കിൽ കളിക്കുന്നു, തിരിച്ചു പോകുന്നു. ഒരു ഐസ്ക്രീം പോലും ഞാൻ നിനക്ക് മേടിച്ചു തരില്ല എന്ന് പറയുമ്പോൾ ഓക്കെ അങ്ങനെ മതി എന്ന് സുഡറും തലയാട്ടി സമ്മതിക്കുന്നുണ്ട്. വേദയും കപിലനും സംഘർഷം നടക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വേദ ഡോക്ടർക്ക് വിളിക്കുന്നുണ്ട്, മോളുടെ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് കണ്ടോ ഡോക്ടർ, എന്താണ് അതിലുള്ളതെന്ന് ചോദിക്കുകയാണ്. ഉടനെ തന്നെ ഡോക്ടർ പറയുന്നുണ്ട്, ഇനി മോൾക്ക് പ്രശ്നമൊന്നുമില്ല, നെഗറ്റീവാണ്, ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവാണെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും വേദയ്ക്ക് വളരെ സന്തോഷമാവുമെന്ന്. അങ്ങനെ കോള് കട്ടായതും കപിലനോട് വേദ പറയുന്നുണ്ട്, എൻ്റെ മോൾക്കിപ്പോൾ ഒരു പ്രശ്നവുമില്ല, ഡെങ്കിപ്പനി ആയിരുന്നല്ലോ, അത് ടെസ്റ്റ് എടുത്തതിന് ശേഷം നെഗറ്റീവാണെന്ന് ഡോക്ടർ പറഞ്ഞു, ഇനി പേടിക്കാനില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ ആകെ പേടിച്ചു പോയി കപിലൻ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും കപിലൻ വേദയെ സമാധാനിപ്പിക്കുന്നുണ്ട്. പെട്ടെന്നാണ് റോഡരികിൽ ഒരു വണ്ടി നിൽക്കുന്നതും വണ്ടിക്കടുത്ത് സുഡർ മോൾ നിൽക്കുന്നതും കപിലൻ കാണുന്നത്. പെട്ടെന്ന് ഡ്രൈവറോട് വണ്ടി നിർത്തുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി മോളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. വേദ ചോദിക്കുന്നുണ്ട്, മോളെ നീ എന്താ ഇവിടെ, എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഡ്രൈവറും മോളും പറയുന്നുണ്ട്, അത് എനിക്കൊരു ഐസ്ക്രീം വാങ്ങാനായി സിംബ അങ്ങ് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്, ആ ഷോപ്പിലേക്ക്. ഇത് കേട്ടതും വേദയ്ക്ക് ദേഷ്യം വരുവാണ്. ഓഹോ, ഞാൻ വിജയമ്മയോട് നിന്നെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടല്ലേ വന്നത്, ഞാനില്ലാത്ത സമയത്ത് അവനോടൊപ്പം നീ കറങ്ങാൻ നടക്കുവാണല്ലേ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെ വിജയമ്മയെ നിന്നെ ഏൽപ്പിച്ച് വരും? എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ, വാ എന്നോടൊപ്പം വാ എന്ന് പറഞ്ഞുകൊണ്ട് മോളെ പിടിച്ച് വലിച്ച് വണ്ടിയിലേക്ക് കയറ്റുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കൺമണിയും ഗുണ്ടകളും ഒരു വണ്ടിയിലിരുന്ന് കുറച്ച് അകലെ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ട്. കൺമണി ചിരിക്കുന്നുണ്ട്. ഉടനെ തന്നെ മധു കൺമണിയോട് ചോദിക്കുന്നുണ്ട്, അല്ല ഇനി എന്ത് ചെയ്യും, ആ കുഞ്ഞിനെയും കൊണ്ടാണല്ലോ വേദ വാഹനത്തിലേക്ക് കയറിയത്, ഇനി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിനും കൂടി സംഭവിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുന്നുണ്ട്, അതെ സംഭവിക്കും, അങ്ങനെ തന്നെ വേണം, എങ്കിൽ മാത്രമേ സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ആവത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ക്രൂരമായി കൺമണി ചിരിക്കുന്നുണ്ട്. സംഘർഷം നടക്കുന്ന സ്ഥലത്തെത്തിയതും വേദ മോളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എല്ലാവരും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ വേദ പെട്ടെന്ന് മോളോട് പറയുന്നുണ്ട്, മോളെ
നീ വണ്ടിയിൽ നിന്നും ഇറങ്ങണ്ടായിരുന്നു. നീ പെട്ടെന്ന് തന്നെ വാഹനത്തിൽ കയറിയിരിക്കെ. ഇവിടെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നീ സേഫായിട്ടിരിക്കണമെങ്കിൽ വാഹനത്തിൽ തന്നെ ഇരിക്കണം. ഇത് കേട്ടത് സുഡർ പറയുന്നുണ്ട്, അത് എനിക്ക് പേടിയാണ് വേദേ, എനിക്ക് തനിച്ചിരിക്കാൻ പേടിയാ, അതുകൊണ്ട് ഞാൻ വേദയോടൊപ്പം തന്നെ നിന്നോളാം. എന്നാൽ മോളുടെ വാശി കാരണം വേദ പറയുന്നുണ്ട്, ശരി, എന്നാൽ നീ പുറത്തേക്ക് എവിടെ നിൽക്കും എൻ്റെ കണ്ണ് വെട്ടിച്ച് പോകാൻ പാടില്ല, എൻ്റെ ഒപ്പം തന്നെ നിന്നോളണം. ശരിയെന്ന് സുഡർ പറയുന്നുണ്ട്. കൺമണിയും കൂട്ടരും ഇവരെ പിന്തുടർന്നുകൊണ്ട് ഒപ്പം തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. അല്പം അകലെ നിന്ന് ഒരു മരച്ചുവട്ടിൽ മരത്തിന് പിറകിൽ നിന്നുകൊണ്ട് ഒളിഞ്ഞു നിന്ന് ഇവരെ നിരീക്ഷിക്കുന്നുണ്ട്. കൺമണി ചോദിക്കുന്നുണ്ട് ആ ഗുണ്ടത്തലവനോട്, അല്ല നിന്റെ ആളുകളെല്ലാം എവിടെ പോയി? ഇത് കേട്ടതും അവൻ പറയുന്നുണ്ട്, മേഡം, ഈ ജനക്കൂട്ടത്തിനിടയിൽ തന്നെ എൻ്റെ ആളുകളുണ്ട്, പലയിടത്തായി. അതിൽ അവിടെ ഇവിടെയായി ഞാൻ ഏൽപ്പിച്ച എല്ലാവരും എൻ്റെ കൂട്ടാളികളുണ്ട്, ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല.